നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗവും മാത്രം ഇപ്പോൾ വായിക്കാം. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവർ ഇസ്രായേലിയർ. യേശുവിൻ്റെ വരവ് വളരെ അടുത്ത ദിവസങ്ങളാണത്. നമ്മുടെ പിതാക്കന്മാർ പലരും യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് പ്രസംഗിച്ച് യേശുക്രിസ്തുവിൻ്റെ ആ പുനരാഗമനം ദർശിക്കുവാൻ കഴിയാതെ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ട് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് കടന്നുപോയി ദൈവകരങ്ങളിൽ വിശ്രമിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ലാസർ മരിച്ചിട്ട് ആണ് യേശു വന്നത്. എന്നാൽ യേശുവിനെ കാത്തുകിടന്നവനെ വന്ന യേശു ഉയർപ്പിച്ചതുപോലെ, ആമേൻ, യേശുവിനെ കാത്തുവിടെ നിന്ന ആരെല്ലാം മരിച്ചാലും യേശു വരുമ്പോൾ അവരെ ഉയർപ്പിക്കുമെന്നുള്ള പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, യേശു രണ്ടാമത് വരും. ഇവിടെ ഇരിക്കുന്ന വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളുടെ വിശ്വാസം, എൻ്റെ ആയുസ്സിൽ യേശു വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാത്രി യേശു വരും. ഈ ക്ലാസ് കഴിഞ്ഞിട്ടല്ല, ഇന്ന് പകല് യേശുവിൻ്റെ വരവിനായി നാം കാത്തിരുന്നു. യേശു വരാത്തത് കൊണ്ടാണ് ഈ മീറ്റിംഗ്. യേശു ഇന്ന് രാത്രി വരും. തൃശ്ശൂർക്ക് ഞാൻ മടങ്ങി ചെല്ലുമെന്ന് എനിക്ക് വാക്ക് കൊടുക്കാൻ കഴിയയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, യേശു വന്നാൽ സ്വർഗത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? ആദ്യകാലത്തെ ദൈവമക്കൾ തമ്മിൽ കാണുമ്പോൾ സംസാരിച്ചിരുന്നത് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവനെന്ന് അർത്ഥം വരുന്ന അനാഥമ എന്ന വാക്കാണ് രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ ആദ്യത്തെ അളവ് സംസാരിക്കുന്നത്. അതിന് താഴെയുണ്ട് നമ്മുടെ ദൈവം വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. അതിൻ്റെ മൂലവാക്കാണ് മാറാനാഥ. അതാണ് അടുത്തയാൾ പറയുക. ഒരാൾ പറയും അനാഥമ, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവൻ. അടുത്തയാൾ പറയും മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. നമ്മൾ തമ്മിൽ കാണുമ്പോൾ പ്രൈസ് ലോർഡ്, സ്തോത്രവും, ചിലർ ബൈബിൾ സ്കൂളിൽ വരെ ഗുഡ് മോർണിംഗ് വരെ പറയുന്നുണ്ട്. കാലം അത്ര അങ്ങ് പുരോഗമിച്ചിരിക്കുക. എന്നാൽ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു വരുമെന്നുള്ളതിന് അനേക തെളിവുകൾ തിരുവെഴുത്തിലുണ്ട്. പഴയ നിയമത്തിൽ 39 ഗ്രന്ഥങ്ങളിലായി 350 പ്രാവശ്യം നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പ്രത്യക്ഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 27 ഗ്രന്ഥങ്ങളിലായി 318 പ്രാവശ്യം യേശു രണ്ടാമത് വരുമെന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 668 പ്രാവശ്യം യേശു രണ്ടാമത് വരുമെന്ന് ഈ 66 പുസ്തകങ്ങളടങ്ങിയ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 175 പ്രവചനങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ നിറവേറിയത്. യേശുക്രിസ്തു എവിടെ ജനിക്കണമെന്നും ആരിൽ നിന്ന് ജനിക്കണമെന്നും അവന് ഒറ്റിക്കൊടുക്കേണ്ടത് ആരാണെന്നും അവന് അതിനുവേണ്ടി കൂലിയായി വാങ്ങുന്ന തുക എത്രയാണെന്നും ഒക്കെ വളരെ വ്യക്തമായി പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ആ പ്രവചനങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് 175 പ്രവചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 668 പ്രവചനങ്ങൾ നിറവേറാതിരിക്കുമോ? സ്നാനം എന്നുള്ളത് പുതിയ നിയമത്തിൽ ശക്തമായ കൽപ്പനയാണ്. അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് വിശ്വാസ സ്നാനം. സ്നാനത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസിൻ്റെ എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങളിലായി 13 പ്രസ്താവനകളേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ 50 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു വരുമോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. യേശു വരുമെന്നുള്ളതിന് വ്യക്തമായൊരു തെളിവ് യേശു തന്നെ പറഞ്ഞതാണ്. യേശു പറഞ്ഞു, ഐ ആം ദ വേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു സത്യമാണ്. അവൻ ഭോഷ്കല്ല. അവൻ ഒരിക്കലും ഭോഷ്ക് സംസാരിച്ചിട്ടില്ല. അവൻ ഭോഷ്ക് ചിന്തിച്ചിട്ടില്ല. യേശുക്രിസ്തു സത്യമാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ ചെല്ലുമ്പോൾ ഒരു തള്ളക്കഴുതയും കുട്ടിയെ കഴുതയും കെട്ടിയിരിക്കുന്നത് കാണും. അവയെ അഴിച്ചുകൊണ്ട് വരുവീൻ. ഈ 2 ശിഷ്യന്മാർ ചെന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2 കഴുതകൾ അവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ലായിരുന്നെങ്കിൽ അവർ ആ വഴിക്ക് മീൻ പിടിക്കാൻ പോയേനെ. കണ്ടിട്ട് പോലും പോയവരവർ. പക്ഷെ യേശു പറഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കുകയില്ല. യേശുക്രിസ്തു ശീമോനോട് പറഞ്ഞു, ഗലീല തടാകത്തിൽ ചെല്ലുക, ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായ തുറന്ന് നോക്കുക, ഒരു ചതുര
കോടിക്കണക്കിന് മത്സ്യങ്ങൾ ഗലീലക്കടലിലുണ്ട്. ശീമോൻ പത്രോസ് എന്ന് ചൂണ്ടയിട്ടപ്പോൾ ഒരു മീൻ വന്ന് വെട്ടി അതിനെ വലിച്ച് കരയിലേക്കിട്ടു. വാ തുറന്നു നോക്കിയപ്പോൾ ദിദ്രമ്മയല്ല, ചതുർദ്രമ്മ. അത് കണ്ടിട്ട് മീൻ പിടിക്കാൻ പോയതാ പത്രോസ്. യേശു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിറവേറും. യേശു രണ്ടാമത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളെ വാഹനമാക്കി വരും. യേശു പറഞ്ഞത് 6 സ്ഥലങ്ങളിലാണ്. ഒന്നാമത് യേശു പറഞ്ഞത് ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്ത് വെച്ചാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. യേശു ഇപ്രകാരം പറഞ്ഞു, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ യേശു വരുന്നത് മഗ്ദല മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട ആ അവസ്ഥയിലല്ല, പിന്നെയോ പിതാവിൻ്റെ മഹത്വത്തിൽ, ദൈവത്തെ അവൻ്റെ തന്മയത്വത്തിൽ, തൽസ്വരൂപത്തിൽ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. ആ അവസ്ഥയിൽ മറിയ ഉണ്ടായിരുന്നെങ്കിൽ മറിയ ഭസ്മമായി പോയേനെ. എന്ന് അതിനേക്കാൾ അളവ് കൂട്ടിയാണ് പൗലോസ്ലീഹായ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ടത്. അതോടെ അവൻ്റെ കാഴ്ച പോയി. എന്നാൽ അതിനേക്കാൾ പ്രത്യക്ഷതയാണ് യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ നമ്മൾ ദർശിക്കുന്നത്. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് എന്നുള്ള തിരുവെഴുത്ത് പ്രകാരം സമ്പൂർണ്ണ തേജസ്സിലാണ്, പിതാവിൻ്റെ മഹത്വത്തിൽ യേശുക്രിസ്തു തൻ്റെ ദൂതന്മാരുമായി വരും. 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ സഹായത്തിന് നിർത്തുവാൻ യേശുക്രിസ്തുവിന് ഐഹിക ജീവിതകാലത്ത് കഴിവുണ്ടായിട്ടും യേശു ആ കഴിവ് ഉപയോഗിച്ചില്ല. എന്നാൽ യേശുക്രിസ്തു 2ാമത് വരുമ്പോൾ കോടാനുകോടി മാലാഖമാരുടെ അകമ്പടിയോടെ മധ്യാകാശപ്പരപ്പിൽ ഇറങ്ങി വരുവാൻ പോകുന്ന യേശുക്രിസ്തുവിനെ കാണുവാൻ കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ, ഒരു മത നേതാവിനേക്കാൾ, ഒരു ആദർശ പുരുഷനേക്കാൾ, ഒരു ആത്മീയ ആചാര്യനേക്കാൾ എത്രയോ നല്ലവനും വല്ലഭനും ശക്തനും സർവശക്തനുമാണ് നമ്മുടെ കർത്താവ്. ആ യേശുവിനെ കാത്തിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തു ഒലിവുമലയിൽ തന്റെ ശിഷ്യന്മാരുമായിട്ട് ആയിരിക്കുന്ന വേളയിൽ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ കർത്താവ് ഊന്നി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കർത്താവിൻ്റെ വരവിൻ്റെ കാലം വെളിപ്പെടുത്തിയിട്ടില്ല, കർത്താവിൻ്റെ വരവിൻ്റെ ദിവസം വെളിപ്പെടുത്തിയിട്ടില്ല, കർത്താവിൻ്റെ വരവിൻ്റെ യാമം വെളിപ്പെടുത്തിയിട്ടില്ല, കർത്താവിൻ്റെ വരവിൻ്റെ നാഴിക വെളിപ്പെടുത്തിയിട്ടില്ല. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കള്ളൻ വരും പോലെ യേശു വരുമെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കള്ളൻ വരുന്നത് അറിയിക്കാതെ വരികയാണ്. ചാക്കോച്ചായ നാളെ രാത്രി 12 മണിക്ക് എനിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല കള്ളൻ വരുന്നത്. കള്ളൻ വീട്ടിനുള്ളിൽ കയറുമ്പോഴാണ് ചാക്കോച്ചായൻ അറിയുന്നത്. കള്ളൻ വരുന്നത് പോലെയാണ് കർത്താവിൻ്റെ വരവ്. അതുകൊണ്ട് ദൈവമക്കൾ ഉണർന്നിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ആരും ആത്മീകമായി ഉറങ്ങരുത്, എല്ലാവരും ആത്മീകമായി ഉണർന്നിരുന്നോളണം. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ജീവിതമാകുന്ന പാത്രത്തിൽ സംഭരിച്ച് നമ്മുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം, അരകെട്ടിയിരിക്കണം. യാത്രയ്ക്ക് പോകുവാനുള്ള ഒരുക്കത്തിൽ അമേരിക്കയ്ക്ക് നാളെ ഒരാൾ പറക്കുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് എന്ത് സന്തോഷമാണെന്നറിയാമോ? കാണുന്നവരോടൊക്കെ പറയും, ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോകുക. ഈ എന്താ ഒരുക്കം? ഇത് അമേരിക്കയ്ക്ക് പോകാനുള്ള ഒരുക്കമല്ല, അതിനേക്കാൾ ഒരുക്കം ബഹിരാകാശത്ത് പോകാൻ. ഇത് അവിടെ പോകാനുള്ള ഒരുക്കമല്ല. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവർ പാടുവീൻ എന്നുള്ള തിരുവചന പ്രകാരം അനാദി സ്വർഗങ്ങളിലേക്കുള്ള യാത്രയിലാണ് ദൈവമക്കളായ നമ്മൾ. ചെറിയ ഒരുക്കം പോരാ കേട്ടോ, ചെറിയൊരുക്കം പോരാ. പെസഹാനന്തര പ്രഭാഷണത്തിൽ സെഗിയോൻ മാളിക മുറിയിൽ വെച്ച് യേശുക്രിസ്തു തന്റെ വരവിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 14:1 മുതൽ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. അതുകൊണ്ട് സ്ഥലമൊരുക്കുവാൻ പോയ കർത്താവ് സ്ഥലമൊരുക്കി കഴിഞ്ഞിട്ടില്ല. ഒരുക്കി കഴിഞ്ഞാൽ കാഹളം നമ്മുടെ കാതുകളിൽ കേൾക്കാം. ആ മനോഹരമായ വാസസ്ഥലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന വേളയിൽ പീലാത്തോസിൻ്റെ അരമനയിൽ, കയ്യാഫാവിൻ്റെ അരമനയിൽ വെച്ച് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 63-64 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് സൂചന നൽകുകയുണ്ടായി. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്,
നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. ഇത് കേട്ട മാത്രയിൽ ന്യായപ്രമാണം നല്ലതുപോലെ അരച്ചു കുടിച്ചു പഠിച്ച മഹാപുരോഹിതൻ കയ്യാഫാവ് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, മഹാപുരോഹിതൻ അഭിഷേകം തലയിൽ വീണ ദൈവത്തിന്റെ അഭിഷിക്തൻ തലമുടി വെച്ച് പറിക്കരുത്, വസ്ത്രം കീറരുത്. അത് മനഃപ്പാടമാക്കിയ കയ്യാഫാവ് ഉടനെ തന്റെ അങ്കിയുടെ വിളുമ്പ് വലിച്ചു കീറി. കാരണം പൊരുളായ മഹാപുരോഹിതൻ തന്റെ മുമ്പിൽ നിന്നപ്പോൾ നിഴലായവൻ തന്റെ വസ്ത്രം കീറിക്കളഞ്ഞിട്ട് പറഞ്ഞു, ഇതാണ് പൊരുളായ മഹാപുരോഹിതൻ. ചില ധരിച്ചിരിക്കുന്ന പെന്തക്കോസ്തുകാർക്ക് മഹാപുരോഹിതനില്ലെന്നാ, പെന്തക്കോസ്തുകാർക്കേ ഉള്ളൂ. ആമേൻ. അത് ഇവിടെയൊന്നുമല്ല, വത്തിക്കാനിലോ അല്ലെങ്കിൽ സിറിയയിലോ അന്ത്യോക്യയിലോ ഒന്നുമല്ല. നമ്മുടെ മഹാപുരോഹിതൻ സ്വർഗാദി സ്വർഗങ്ങളിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഇതൊക്കെ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. എന്നാൽ ഇതൊക്കെ പറഞ്ഞ ശേഷമാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കാൽവറിയിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ശേഷം 40-ാം നാളാണ് സ്വർഗാരോഹണം. ആ സ്വർഗാരോഹണത്തിന് മുമ്പ് യേശുക്രിസ്തു 12 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് അന്ന് തന്നെ മഗ്ദല മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും ഒടുവിൽ തൻ്റെ 11 ശിഷ്യന്മാർക്ക് യെരുശലേമിൽ പ്രത്യക്ഷപ്പെട്ടു. യെരുശലേമിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം യൂദായ ഒഴികെ ബാക്കി 12 ശിഷ്യന്മാരുമായി യേശു യെരുശലേം നഗരത്തിൽ നിന്ന് നടന്ന് ഒലിവുമലയിലേക്ക് പോയി. ഒലിവുമലയിൽ തട്ടുള്ള ഒരു പാറയിൽ യേശു കയറി നിന്നു. ശിഷ്യന്മാർ ചുറ്റിലുമായി നിന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ ഒടുവിലത്തെ പ്രത്യക്ഷത. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പിന്മാറ്റക്കാരായ 7 ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു ഗലീലക്കടലിന്റെ ഒരു ഭാഗമായ തിബര്യാസ് കടക്കരയിൽ വെച്ച് അതിരാവിലെ പ്രത്യക്ഷപ്പെട്ടതായി നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അവിടെ പത്രോസിനെയും യോഹന്നാനെയും പ്രത്യേകം എടുത്ത് അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ. യോഹന്നാൻ യേശുക്രിസ്തുവിനെ അനുഗമിച്ചു. പത്രോസ് ചോദിച്ചു, അവൻ എന്ത് സംഭവിക്കും? ഉടനെ യേശു പത്രോസിനോട് ഇപ്രകാരം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-22 യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? ആമേൻ. അപ്പോൾ അത് കേട്ടവർ പറഞ്ഞു, യോഹന്നാൻ ശരിയാ മരിക്കത്തില്ലെന്ന്. യേശു പറഞ്ഞത് മരിക്കത്തില്ലെന്നല്ല, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? ആമേൻ. ഒരാൾ പറഞ്ഞത് പകർത്തി പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഒരിക്കൽ ഒരു സ്ഥലത്തിൽ കേൾവി കേട്ടു, ഒരാൾ 3 കാക്കയെ ഛർദ്ദിച്ചെന്ന്. അത്ഭുതം കാണാൻ ചെന്നപ്പോൾ കുറേ ദൂരം ചെന്നപ്പോൾ അറിഞ്ഞു 3 കാക്കയില്ല, 2 കാക്കയേ ഉള്ളൂ. എങ്കിലും കാണാമെന്ന് കരുതി ചെന്നു. കുറച്ചുകൂടെ ദൂരം ചെന്നപ്പോൾ മനസ്സിലായി അറിഞ്ഞു 2 കാക്കയില്ല, 1 കാക്കയേ ഉള്ളൂ. എന്നാലും ഇതൊരു അത്ഭുതമാണല്ലോ എന്ന് കരുതി വീണ്ടും നടന്നു ചെന്നപ്പോൾ കേട്ടു 2 കാക്കയെ ഛർദ്ദിച്ചിട്ടില്ല, 1 കാക്കയെ ഛർദ്ദിച്ച്. സംഭവ സ്ഥലത്ത് ചെന്നപ്പോൾ കാക്കയല്ല, കറുത്തൊരു സാധന ഛർദ്ദിച്ച്. അപ്പോൾ ദൂരം കൂടുന്നതിനനുസരിച്ച് കാക്കയുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്ന പോലെ ഒരാൾ പറയുന്നത് നാം പകർത്തി പറയുമ്പോൾ ഒന്നുകിൽ അത് അങ്ങനെ തന്നെ പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ആരും ഉറക്ക സ്വോത്രമൊന്നും പറയുന്നില്ല. യേശു പറഞ്ഞത് അവൻ മരിക്കയില്ലെന്നല്ല, പിന്നെയോ ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? അപ്പൊ യേശുവിൻ്റെ വരവാണ് യേശു ഇവിടെ സൂചിപ്പിച്ചത്. അത് ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ഇടയിൽ യേശു സംസാരിച്ച ഭാഗമാണ്. വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു യോഹന്നാന് പത്മോസിൽ പ്രത്യക്ഷപ്പെട്ടു. വെളിപ്പാട് സംഭവങ്ങൾ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് AD 94-നും 96-നും ഇടയ്ക്കുള്ള കാലയളവിലാണ്. അവിടെ യേശുക്രിസ്തു യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം മുമ്പേ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിലെല്ലാം യേശു വരുമെന്ന് പറഞ്ഞുള്ളൂ, വേഗം വരുമെന്ന് പറഞ്ഞില്ല. പക്ഷേ സ്വർഗാരോഹണം ചെയ്ത യേശു യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് വരുമെന്നല്ല. 22-20 നാം വായിക്കുന്നു, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. വരവിൻ്റെ മുൻപിൽ ഒരു പദം കൂടെ ചേർത്തു. വരവിനുള്ള ബന്ധത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു. ഒരു തവണയല്ല, അതിൻ്റെ 12-ാം വാക്യത്തിലുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവനെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അതിന് 7-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, ഇതാ അവൻ വേഗത്തിൽ വരുന്നു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് വരുമെന്ന് പറഞ്ഞ കർത്താവ്, മരിച്ച് ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണത്തിന് മുമ്പ് വരുമെന്ന് പറഞ്ഞ കർത്താവ് സ്വർഗാരോഹണത്തിന് ശേഷം വരുമെന്നല്ല പറഞ്ഞ് 3 പ്രാവശ്യം ഇതാ ഞാൻ വേഗം വരുമെന്ന് പറഞ്ഞ്
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തു അക്ഷരീയമായി സ്വർഗത്തിലാണ്. അവൻ ശങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കൾ അക്ഷരീയമായ ജീവനോടെയുള്ളവരെല്ലാം ഭൂമിയിലാണ്. ഈ ഭൂമി ദുഷ്ടനായ സാത്താന്റെ അധീനതയിലാണ്. അതാ യേശു പറഞ്ഞേ, അവരുടെ മക്കളാണ് ഇവിടെ കൂടുതൽ. അവൻ്റെ മക്കളാ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് യേശു പറയുകയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിന്നെ അയക്കുന്നു. ദൈവമക്കളെ ദൈവം വെച്ചിരിക്കുന്നത് മുള്ളുകളുടെ ഇടയിൽ താമര പോലെയാണ്. ഹല്ലേലൂയ. പതിരുകളിടയിൽ ഗോതമ്പ് മണികളായി നാം കിടക്കുകയാണ്. ഈ അന്ധകാരം നിറഞ്ഞ ഭൂമിയിലെ വൃക്ഷമായി ദൈവത്തിന് സമയം വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മീകമായി യാതൊരു ടേസ്റ്റും ഇല്ലാത്ത ഈ ഭൂമിയിലെ ഉപ്പാക്കി ദൈവം നമ്മെ വെച്ചിരിക്കുകയാണ്. ആമേൻ. നമ്മുടെ പ്രാണനാഥൻ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇല്ല. ആത്മീകമായി അവൻ നമ്മോട് കൂടെ ഉണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. പക്ഷെ യേശുവിനെ അവൻ്റെ ഉള്ള അവസ്ഥയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെ, കഷ്ടപ്പെട്ടവരെ, വീട് വിട്ടവരെ, തല്ലുകൊണ്ടവരെ, പരിഹാസങ്ങൾ സഹിക്കുന്നവരെ, കർത്താവിന്റെ വേല അഹോരാത്രം ചെയ്യുന്നവരെ, ഒരു സന്തോഷ വാർത്ത, നമ്മുടെ പ്രാണനാഥൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരും. നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രയോ പേരാണ് മരിച്ച് അക്കരെ നാട്ടിലേക്ക് പോയത്. അവരുടെ മൃതദേഹം ആ സെമിത്തേരിയിൽ കൊണ്ടുപോയി സംസ്കരിക്കുമ്പോൾ ഭർത്താവ് മരിച്ച ഭാര്യ, മക്കൾ മരിച്ച മാതാപിതാക്കൾ, മാതാപിതാക്കൾ മരിച്ചു മക്കൾ, വിശ്വാസികൾ മരിച്ചു പാസ്റ്റർമാർ, പാസ്റ്റർമാർ മരിച്ചു വിശ്വാസികൾ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹം ആ ഇടുങ്ങിയ ശവക്കുഴിയിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് നമ്മൾ പോരുമ്പോൾ വളരെ വേദനയോടെയാണ് നാം പോരുന്നത്. എന്നാൽ നമുക്കൊരു ഉറപ്പുണ്ട്, കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മോട് കൂടെ ഇരുന്ന് ആരാധിച്ച് തിരുവത്താഴമെടുത്ത ദൈവമക്കൾ, പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരും. ആ പ്രത്യാശയുള്ളവർ കൈകളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഉടമനഗജഗടഗതിഭാരഗക്ഷര ഹംബരാജുടാല അർഗാനമെട്ടുരേ മങ്കുദാംബാരഗ സന്തുരാല ആകാരഗ ജഗടഗതിഘാരഗക്ഷര ഹംബരാജുട അരഗലഗ ജഗടഗതിഭാരഗക്ഷര സത്തുര ഹംബരാക്ഷന സാദൽ വരോലഗ ജഗടഗതിഭാരഗക്ഷര ഹംബരാജട അഗാമാനഗ ജാതര ഹംബര. പ്രത്യാശയുള്ളവർ ദൈവത്തെ ആരാധിച്ചാട്ടെ, പ്രത്യാശയുള്ളവർ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ ജീവനുള്ള പ്രത്യാശയുള്ളവർ, നിറഞ്ഞ പ്രത്യാശയുള്ളവർ അതരങ്ങൾ തുറന്ന് ഹൃദയം നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉടബലഗ ജഗടഗതിഭാരഗക്ഷര ഹംബര ലഗ ജഗടഗധിഭാര ശബ്ദ ഭര സാധുരാല വാർഗാനഗട്ടെ ഭരോചിതരെ ഹംബരാക്ഷ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മരണത്തെ ഭയമില്ലാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നാമും ലോകമനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകമനുഷ്യൻ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ സന്തോഷിക്കും. എന്ന ദൈവമക്കൾ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രമല്ല, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴും അവർ സന്തോഷിക്കും. ദൈവം നന്മകൾ ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്യാൻ വളരെ സന്തോഷമാണ്. 70 ലക്ഷത്തിന് ഒരു കാറ് കിട്ടിയ സ്തോത്രം ചെയ്യാൻ ആർക്കാ വയ്യാത്ത? 2 ഏക്കർ റബ്ബർ എന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാൻ ആർക്കാ വയ്യാത്ത? 20 ലിറ്റർ പാൽ ഇറക്കുന്ന 2 പശുക്കളുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാൻ ആർക്കാ വയ്യാത്ത? വീട്ടിൽ 2 മക്കൾ എഞ്ചിനീയറായി അമേരിക്കയിലും ഗൾഫിലും ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാൻ ഏത് മാതാപിതാക്കൾക്കാ പറ്റാത്ത? എന്നാൽ പേഴ്സിലെ പണം തീരുമ്പോൾ, മാരകമായ രോഗങ്ങൾ വരുമ്പോൾ, നമ്മെ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതെ മാറിക്കടന്നു പോകുമ്പോൾ, അർഹതപ്പെട്ട് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ, മറ്റുള്ളവർ നമ്മെ ചപ്പും ചവറും എന്ന് എണ്ണി പുറന്തള്ളുമ്പോൾ, വലിയ പ്രതികൂലങ്ങൾ വരുമ്പോൾ അവിടെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നതാണ് വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ സവിശേഷത. ഭൂതകാല നന്മയോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം, വർത്തമാനകാല അനുഗ്രഹങ്ങളോർത്ത് സ്തോത്രം ചെയ്യാം, ഭാവിയിൽ നമുക്ക് വരുവാൻ പോകുന്ന പ്രതിഫലങ്ങളോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ത്രികാലമോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് വഴിയുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആരും വേറും അതരം പൂട്ടിയിരിക്കരുത്. ഇതൊരു സാധാരണ ബൈബിൾ ക്ലാസ് ആണെന്ന് വിചാരിക്കരുത്. അങ്ങനെ നടത്താനല്ല ഞാൻ വിചാരിക്കുന്നത്. സമയം വളരെ കുറവായതുകൊണ്ട് ദൈവമക്കളെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കണം. ഏത് മീറ്റിങ്ങിന് നമ്മൾ ചെന്നിട്ടും ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ നമുക്കൊന്നും പ്രാപിക്കാൻ കഴിയില്ല. നമ്മുടെ മീറ്റിങ്ങുകൾക്ക് പ്രത്യേകതയുണ്ട്. നാണയം താഴെ വീണാ കേൾക്കത്തില്ല, സിമന്റ് തറയാണെങ്കിൽ. കാരണം ദൈവമക്കൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ചാരിയിരുന്ന് ഉറങ്ങുകയല്ല, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ചിലർ ചോദിക്കുന്നത് യേശു വേഗം വരുമെന്ന് പറഞ്ഞിട്ട്, പാസ്റ്ററെ 2011 ആയില്ലേ, എന്താ ഇതുവരെ വരാത്ത?
അതൊരു ചോദ്യം തന്നെയാണ്. വേഗം വരുമെന്ന് പറഞ്ഞിട്ട് 2011 എന്താ ഇതുവരെ വരാത്തെ? മകാനായ ആ കെ എബ്രഹാം സാറ് പ്രസംഗിച്ചില്ലേ യേശു വരുമെന്ന്? ഉപദേഷ്ടാവായ TG ഉമ്മച്ചനപ്പച്ചൻ പ്രസംഗിച്ചില്ലേ യേശു വരുമെന്ന്? സുവിശേഷത്തിന്റെ ദീപം അനേക സ്ഥലങ്ങളിൽ കത്തിച്ച ആ പാഷ P.O. ഫിലിപ്പ് സാറ് പ്രസംഗിച്ചില്ലേ യേശു വരുമെന്ന്? അവരൊക്കെ മരിച്ചില്ലേ? എന്താ യേശു വരാത്തെ? കുഞ്ഞേ, ദൈവത്തിന്റെ കണക്ക് നീ പഠിച്ചിട്ടില്ല. നമുക്ക് ഭൂമിയിൽ 12 കൊല്ലാകുമ്പോഴേ ഈ സൗരയൂഥത്തിൽ ഒരു ഗ്രഹമായി വ്യാഴത്തിൽ 1 കൊല്ലാവുള്ളൂ. അപ്പൊ ഈ സൗരയൂഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒരു ചെറിയ ഭാഗമാണ്. അതിൽ ഈ സൗരയൂഥത്തിൽപ്പെട്ട വ്യാഴത്തിൽ 1 കൊല്ലമാകണമെങ്കിൽ നമ്മുടെ 12 കൊല്ലാകണം. അങ്ങനെയെങ്കിൽ സൗരയൂഥമല്ല, ഈ സൂര്യനല്ല, ഇതുപോലെയുള്ള സൂര്യ കുടുംബങ്ങളുണ്ട്. ഒരു സൂര്യ കുടുംബത്തിൽ 10,000 കോടി സൂര്യന്മാരാ. നമ്മുടെ സൗരയൂഥത്തിൽ ഒരു സൂര്യനേ ഉള്ളൂ, സ്വയം പ്രകാശിക്കുന്ന ഒരു ഗോളമേ ഉള്ളൂ. അതാണ് നമ്മുടെ സൂര്യൻ. അതിനോട് ചേർന്ന ഗ്രഹങ്ങൾ, അതിലെ ഒരു ചെറിയ ഗ്രഹമാണ് നമ്മൾ പാർക്കുന്ന ഈ ഭൂമി. ഇത് ഒരു സൂര്യൻ. ഇതുപോലുള്ള 10,000 കോടി സൂര്യന്മാരടങ്ങുന്നതാണ് ഒരു ഗാലക്സി. അതുപോലെയുള്ള 10,000 കോടി ഗാലക്സികൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. എന്നിട്ട് അവർ പറയുന്നു നക്ഷത്രം തീർന്നിട്ടില്ല. ആമേൻ. ഈ നക്ഷത്രം മുഴുവൻ കണ്ടുപിടിച്ചാലും നക്ഷത്ര മണ്ഡലമേ ആകുന്നുള്ളൂ. എന്നാൽ അതിനെയും അപ്പുറയാണ് 3-ാം സ്വർഗം. അതിന് ഏറ്റവും അങ്ങേയറ്റത്താണ് ഉത്തരദിക്കിന്റെ അതിർത്തിയായ സമാഗമ പർവ്വതം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ദൈവം നിത്യനാണ്, അവന്റെ സിംഹാസനവും നിത്യമാണ്. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ച്, നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായത് തന്നെ. നിത്യനായ ദൈവം നിത്യസിംഹാസനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ സിംഹാസനം ഇട്ടിരിക്കുന്ന ഒരു നിത്യ സ്വർഗമുണ്ട്. അതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവീൻ. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാറിൽ കൂടെയോ വാഹനത്തിൽ കൂടെയോ എതിരെ ഓടുമ്പോൾ നമ്മുടെ കർത്താവാകുന്ന അത്ഭുത മന്ത്രി പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുക. അവൻ കെരൂബുകളെ വാഹനമാക്കി പറന്നു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവം വസിക്കുന്ന ആ നിത്യ സ്വർഗത്തിൽ ഇവിടെ 1000 കൊല്ലമാകുമ്പോൾ ഒരു ദിവസമാകുള്ളൂ. അത് ഏറ്റവും അറ്റത്തല്ല, താഴെ ഭാഗത്ത്. 90-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം എങ്ങനെ വായിക്കുന്നുണ്ട്? 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. 2 കണക്കാണ്. ഒന്ന്, നമ്മുടെ 1000 കൊല്ലം താഴെയുള്ള സ്വർഗത്തിൽ ഒരു ദിവസം. ഏറ്റവും അറ്റത്ത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ 1000 കൊല്ലം ദൈവത്തിന് 3 മണിക്കൂർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിൽ ഒരു യാമം എന്ന് പറഞ്ഞാൽ റോമൻ കണക്കനുസരിച്ച് രാത്രിക്ക് 4 യാമമാണ്. 4-ാം യാമത്തിലാണ് യേശു വെള്ളത്തിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നത്. 12 മണിക്കൂറാണ് രാത്രിക്ക്. അപ്പോൾ രാത്രിക്ക് 12 മണിക്കൂറുണ്ടെങ്കിൽ അത് 4 യാമുണ്ടെങ്കിൽ 3 12, ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. അപ്പം നമ്മുടെ 1000 കൊല്ലം ദൈവസിംഹാസനം ഇരിക്കുന്ന സ്വർഗീയ ഗോളത്തിൽ 3 മണിക്കൂർ. അപ്പം നമ്മുടെ 2000 കൊല്ലം ദൈവത്തിന് 6 മണിക്കൂർ. 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1/4 ദിവസം. ആമേൻ. 1/4 ദിവസം പോലും ഇതുവരെ ആയിട്ടില്ല. കാരണം യേശു ഇതാ ഞാൻ വേഗം വരുമെന്ന് പറഞ്ഞത് ഒന്നുകിൽ AD 95 അല്ലെങ്കിൽ AD 96. ഇപ്പോൾ 2011 ആയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 2095 ആയാലേ ഇതാ ഞാൻ വേഗം വരുമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് 6 മണിക്കൂറാവുള്ളൂ. അപ്പോൾ കള്ളം പറഞ്ഞതാണോ? 2011 ആയാലുള്ളൂ. 95 വരെ കാത്തിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ആരും 95 വരെ ഇരിക്കത്തില്ല. അപ്പോൾ 2095 ആകുമ്പോൾ യേശു ഇതാ ഞാൻ വേഗം വരുമെന്ന് പറഞ്ഞിട്ട് അവന് കണക്കിന് 6 മണിക്കൂർ അഥവാ 1/4 ദിവസമാകും. അപ്പോൾ യേശു വ്യാജം പറഞ്ഞതല്ല, ഒരു കള്ളപ്രസ്താവന പറഞ്ഞതല്ല. അവൻ വേഗം വരുമെന്ന് പറഞ്ഞാൽ വേഗത്തിൽ തന്നെ വരും. യേശു വരാറായോ? അനേക തെളിവുകൾ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് എടുത്ത് പഠിക്കുവാനായി കഴിയുമെങ്കിലും ഇസ്രായേലുള്ള ബന്ധത്തിൽ ഒരു ഭാഗം മാത്രം ഇന്ന് രാത്രി പെട്ടെന്ന് ചിന്തിച്ച് ഇരിപ്പാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ
അവരുടെ അംഗീകരണം, ചേർന്ന് പറഞ്ഞ്, മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവർ ഇസ്രായേലിയർ. ഇസ്രായേലിൻ്റെ അംഗീകരണം ലോകത്തിന്, ഇസ്രായേലിൻ്റെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ ഇസ്രായേലിൻ്റെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്ന്. എപ്പോഴാണ് മരിച്ചവർ ഉയർക്കുന്നേ? പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട് 1 Corinthians 15. എന്നാൽ ക്രിസ്തു 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാം പാപം ചെയ്തതിനാൽ വിശുദ്ധന്മാരും മരിക്കുന്നു, ദുഷ്ടന്മാരും മരിക്കുന്നു. ക്രിസ്തു ഉയർത്തെങ്കിൽ, സ്തോത്രം, ക്രിസ്തു ഉയർത്തതിനാൽ വിശുദ്ധന്മാർ ഉയർക്കും, ദുഷ്ടന്മാർ ഉയർക്കും. അതാണ് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. എന്നാൽ ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ, എല്ലാവരും ഒരുമിച്ചല്ല ഉയർക്കുന്നത്. 7 ഉയർപ്പും 12 ഉയർപ്പൊന്നുമില്ല. ഉയർപ്പിൻ്റെ നിരകൾ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നതിന് 1 Corinthians 15:23 ആദ്യഫലം ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരിക്കാത്ത ശരീരത്തിൽ ആദ്യം ഉദ്ധാനം ചെയ്തത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. രണ്ടാമത്തെ നിരയെക്കുറിച്ച് വായിക്കുന്നത്, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പൊ തേജസ്സോടെ മരിക്കാത്ത ശരീരത്തിൽ ഇതുവരെ ആരും ഉയർത്തിട്ടില്ല. ഇതുവരെ ഉയർത്തവരല്ല, മരിക്കുന്ന ശരീരത്തിൽ ഉയർത്തവരാ. മരിക്കാത്ത ശരീരത്തിൽ ആദ്യം ഉയർത്തവൻ യേശു തമ്പുരാൻ മാത്രമാണ്. എന്നാൽ മരിക്കാത്ത ശരീരത്തിൽ ഇനി ഒരാൾ ഉയർക്കണമെങ്കിൽ കർത്താവ് രണ്ടാമത് വരാതെ സാധ്യമല്ല. ഇസ്രായേലിന്റെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പാണെങ്കിൽ ഇസ്രായേലിനെ ദൈവം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ യേശു വരാറായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ കാത്തിരുന്നയാളെ കാണാതെ വരുമ്പോഴാണ് മയക്കം പിടിച്ചുറങ്ങുന്നത്. 10 കന്യകമാരും ഉറങ്ങിയെന്ന് നാം വായിക്കുന്നത്. പക്ഷെ 5 പേര് ബുദ്ധിയുള്ളവരാണ്. അവർ ഉറങ്ങുന്നതിന് മുന്നമേ എണ്ണ വാങ്ങിയിരുന്നു. ഇതുപോലെ പെന്തക്കോസ്ത് ലോകവും പൊതുവെ നോക്കിയ ഒരു ഉറക്കത്തിലാണ്. ആമേൻ. എന്നാൽ കാത്തിരിപ്പ് യോഗം വെച്ച് കാത്തിരിപ്പ് യോഗത്തിൽ എണ്ണയും വാങ്ങി ഉറങ്ങുകയാണെങ്കിൽ ദുഃഖിക്കേണ്ടതില്ല, പെട്ടെന്ന് വിളക്ക് തെളിയിക്കാനായിട്ട് കഴിയും. ചില സ്ഥലത്തൊക്കെ ആത്മീയ അന്തരീക്ഷം വരണമെങ്കിൽ 2 പാട്ട് 3 ആവർത്തി മുഴുവൻ പാടണം, എന്നാലേ 2 പേര് മറുഭാഷ പറയുള്ളൂ. ചില സ്ഥലത്ത് അങ്ങനെയല്ല, ഒരു പാട്ട് പകുതി പാടുമ്പോഴത്തേക്കും വിളക്കുകളൊക്കെ കത്തി. കാരണം എന്താണെന്നറിയാവോ? എണ്ണയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പാട്ട് പാടി വിളക്ക് പ്രകാശിപ്പിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ യേശു വരുമ്പോൾ പാട്ട് പാടാൻ സമയമുണ്ടോ? ഇല്ല. പാട്ടെടുത്ത് ഏത് പാട്ടാ? ഇന്ന പാട്ട്. അത് നോക്കിയപ്പോൾ ആ പുസ്തകത്തിൽ അകാരാതി പറഞ്ഞു പോയി. പിന്നെ എങ്ങനെയാ പാട്ടെടുക്കുന്നത്? പാട്ട് തപ്പിപ്പിടിച്ച് പാടിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും കർത്താവ് പോയി, കുഞ്ഞെ പാട്ട് പാടാൻ സമയമില്ല. കണ്ണു തുറന്ന് നീ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം നിനക്ക് മറുഭാഷ പറയാൻ കഴിയുമെങ്കിൽ നീ എടുക്കപ്പെടും. ആമേൻ. ചിലർക്ക് കണ്ണടയ്ക്കണ്ട, പ്രാർത്ഥിക്കണ്ട, പാട്ടുപാടണ്ട, സ്തോത്രവും പറയണ്ട, രക്തവും പറയണ്ട. കണ്ണു തുറന്ന് മലയാളം പറയുന്നോണം അവർ ആഗ്രഹിക്കുന്ന സമയത്ത് മറുഭാഷ പറയാൻ കഴിയും. എന്തുകൊണ്ട്? അവരതുപോലെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ആത്മാവ് നിറഞ്ഞവരായി ജീവിക്കണം എന്ന് പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം, പെന്തക്കോസ്തുകാരെല്ലാവരും പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സദാ നിറഞ്ഞിരിക്കുന്നവർ ആരാണോ അവരെ ചേർക്കാൻ എന്റെ യേശു വരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ചിലർക്ക് പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ മതി, കർത്താവ് പോകുമെന്നാ. അങ്ങനെ കർത്താവ് കൊണ്ടുപോയാൽ എനിക്ക് വളരെ സന്തോഷം. പക്ഷെ തിരുവെഴുത്ത് പറയുന്നത് എണ്ണയില്ലാത്തവർക്ക് ആ മണിയറയിൽ പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് തീയും ഉണ്ടായിരുന്നു, വിളക്കും ഉണ്ടായിരുന്നു, പാത്രവും ഉണ്ടായിരുന്നു, എണ്ണയുണ്ടായിരുന്നില്ല. തീയുണ്ട്, യഹോവയുടെ വചനം തീ പോലെയാ. ഇന്ന് പലർക്കും തീയുണ്ട്, പക്ഷെ എണ്ണയില്ല. ആമേൻ. യേശു പറഞ്ഞത് നിങ്ങൾ തിരുവെഴുത്തുകളെ മാത്രമല്ല, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു. ഗിദയോൻ ഗോതമ്പ് മെതിച്ചത് മുന്തിരി ചക്കിൻ്റെ അരികെ വെച്ച്. ആമേൻ. ഈ തിരുവചനമാകുന്ന ഗോതമ്പ് പരിശുദ്ധാത്മാവാകുന്ന മുന്തിരി ചക്കിൻ്റെ അടുക്ക വെച്ച് മെതിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പ്രസംഗം വചനമായിട്ടല്ലായിരുന്നു, അത് ദൈവശക്തിയുടെ പ്രദർശനമായിരുന്നു. ആമേൻ. ദൈവമക്കളെ, ആത്മാവിലാകുക, ആത്മാവിൽ നിറയുക, കൈകൊട്ടി പാടുക, മറുഭാഷ പറയുക, കൃപാവരങ്ങൾ പ്രാപിക്കുക. ഒരു കൃപാവരത്തിലും
യേശു വരും. ഇസ്രായേലിയർ ആരാ? ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കാൻ നിന്ന വളരെയുണ്ട്. ഞങ്ങളെ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിപ്പിച്ചത് ഉമ്മച്ചനപ്പച്ചനാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായ ഒരു പഠനമാണ്. എങ്കിലും ചുരുങ്ങിയ സമയത്ത് നിന്നുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന അബ്രഹാമിനെയാണ്. അബ്രഹാമിനെ മെസൊപ്പൊത്താമ്യയിൽ നിന്ന് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ജീവനുള്ള ദൈവം പ്രത്യക്ഷപ്പെട്ട് വിളിച്ചു വേർതിരിച്ച് 1100 മൈൽ അബ്രഹാം യാത്ര ചെയ്ത് കനാനിലെത്തി. ആമേൻ. കനാനിലെത്തിയപ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. ഉൽപ്പത്തി പുസ്തകം 12:7 അബ്രഹാം കനാനിലെത്തിയപ്പോൾ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. കണ്ടോ, ഒരു ദേശം ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. അബ്രഹാമിന് 8 പുത്രന്മാർ 3 സ്ത്രീകളിലൂടെ ജനിച്ചെങ്കിലും ഇസ്ഹാക്ക് മാത്രമാണ് വാഗ്ദത്ത സന്തതി. ആ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനോട് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിന്റെ മരണശേഷം ഇസ്ഹാക്കിനോട് സംസാരിക്കുകയാണ്. യഹോവ പ്രത്യക്ഷനായി അരുളിച്ചതെന്നാൽ നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ആമേൻ. 26-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളൊന്ന് ഉച്ചത്തിൽ വായിച്ചെടുത്ത് ഉൽപ്പത്തി 26-ന്റെ 3-4 വാക്യങ്ങൾ അതൊന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചതെന്നാൽ നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്ക. ഇസ്ഹാക്കിന്റെ കാലശേഷം ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിനാണ് ദൈവം ഇസ്രായേൽ എന്ന് നാമം നൽകിയത്. ആ യാക്കോബിനോട് ദൈവം സംസാരിക്കുന്നു 35:12 വായിച്ച്. എന്താ യാക്കോബിനോട് ദൈവം പറയുന്നേ? ഇത് ഇസ്രായേലിൽ നിന്ന് നാമം ലഭിച്ച യാക്കോബിനോട് ദൈവം പറയുന്നതാണ്. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് വാഗ്ദത്ത കനാൻ ആരെല്ലാം പിടിച്ചു വച്ചാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം അത് മുഴുവൻ എടുത്ത് യഹൂദന് കൊടുക്കും. അബ്രഹാമിന്റെ പുത്രനായ ഇസ്ഹാക്കിന്റെ പുത്രനായ യാക്കോബിന് ജനിച്ച രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ള 12 ഗോത്രപിതാക്കന്മാരിൽ നിന്ന് ജഡപ്രകാരം ജനിച്ചവർ മാത്രമാണ് അക്ഷരിക ഇസ്രായേൽ. അമ്മ ജാതീയ സ്ത്രീ ആണെങ്കിലും അപ്പൻ ഇസ്രായേലിനായിരിക്കണം, അല്ലെങ്കിൽ ഗോത്രനാമം ലഭിക്കത്തില്ല. ഇപ്പൊ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലേക്ക് ചിലർ പറന്നു. അവർ ആശേർ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. അവർക്ക് ഗോത്രനാമം കാണിക്കാറുണ്ട്. ഹാമാന്റെയും മൊർദെഖായിയുടെയും കാലത്ത് യഹൂദന്മാരെ ഭയപ്പെട്ട് ചില ജാതികള് യഹൂദ മതം സ്വീകരിച്ചെങ്കിലും അവർ ഒറിജിനൽ യഹൂദന്മാരല്ല. കാരണം അവരുടെ പിതാവ് ഒരു യഹൂദനല്ലാത്തതുകൊണ്ട് ഗോത്രനാമമില്ല. നമ്മൾ യഹൂദമതത്തിൽ വേണമെങ്കിൽ നമുക്ക് ചേരാം, ആർക്കെങ്കിലും ഒരാൾക്ക് ചേരണമെങ്കിൽ ചേരാം. പക്ഷേ ഇസ്രായേലില് 1 ഇഞ്ച് സ്ഥലം താമസിക്കാൻ തരത്തില്ല. കാരണം നമുക്ക് ഗോത്രനാമം ഇല്ലാതെ വരും. ആമേൻ. അതുകൊണ്ട് അപ്പൻ യഹൂദനായിരിക്കണം, അമ്മ ആരായാലും. അങ്ങനെയുള്ളവർ മാത്രമാണ് അക്ഷരീയമായ ഇസ്രായേൽ ജാതി. അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കനാൻ അവർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് ജീവനുള്ള ദൈവം ഉറപ്പിച്ചു വാക്ക് പറഞ്ഞെങ്കിൽ അതങ്ങനെ നിറവേറുന്ന ദിവസം വരാൻ പോകുന്നു. ആ ദേശം മുഴുവൻ അവർക്ക് ലഭിച്ചിട്ടില്ല കേട്ടോ. ഇസ്രായേലിനെ ഒരു ജാതിയായി ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇത് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പുതിയ നിയമസഭയെ ഒരു ജാതിയായി നമ്മെ തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇടിവെട്ടുമ്പോൾ കൂണ് മുളച്ചതുപോലെയല്ല ദൈവമക്കൾ പെന്തക്കോസ്തിൽ വന്നത്. എത്ര പേർക്ക് പറയാൻ കഴിയും? ഈ തോട്ടത്തിൽ ദൈവം എന്നെ നട്ടതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസ് പറയുന്നുണ്ട്, നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ആമേ ഇന്നൊരു ശ്രേഷ്ഠ ജാതിയുണ്ട്. ഇസ്രായേൽ ജാതിയേക്കാൾ ശ്രേഷ്ഠമായൊരു ജാതിയാണ് പുതിയ നിയമസഭ. അതിൽ നമുക്ക് അംഗത്വം കിട്ടിയത് അപ്പൻ യഹൂദനായതുകൊണ്ടല്ല, അപ്പൻ സ്വർഗത്തിലെ ദൈവമായതുകൊണ്ടാണ്.
അത് ഉദരത്തിലെ ജനനമല്ല, ഉയരത്തിലെ ജനനമാണ്. അത് ജഡപ്രകാരമുള്ള ജനനമല്ല, അത് ആത്മാവിലുള്ള വീണ്ടും ജനനമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനിച്ചവർ മാത്രമാണ് സഭയിൽ അംഗം. അല്ലാത്തവരാരും സഭയിൽ അംഗമല്ല. അങ്ങനെ വീണ്ടും ജനിച്ച ആര് സഭാംഗമായാലും അവർ ദൈവസഭയ്ക്ക് ആശ്വാസമായിരിക്കും. ആമേൻ, ആമേൻ. സെൻട്രൽ പാഷന്മാർക്ക് പാഷന്മാരും തലവേദനയായിരിക്കത്തില്ല, പാഷന്മാർക്ക് വിശ്വാസികളും തലവേദനയായിരിക്കത്തില്ല, കമ്മിറ്റിക്കാർ പാഷക്കും തലവേദനയായിരിക്കത്തില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടെ ആയിരിക്കും. എത്ര പേർക്ക് ഇതിൻ്റെ അടിയിൽ സ്തോത്രം പറയാൻ കഴിയും? ദൈവമക്കളെ, നമ്മളൊരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മൾ കുറ്റക്കാരാണെന്ന് ലോകം പറയും. പക്ഷേ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം കാണും. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്തിട്ട് കുറ്റക്കാരാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രാഗൽഭ്യം ഇല്ല കേട്ടോ. എന്നാൽ ഏത് തെറ്റ് ചെയ്താലും പൊറുക്കുന്ന, ക്ഷമ ചോദിച്ച് ക്ഷമിക്കുന്ന ഒരു നല്ല ദൈവമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ക്ഷമിച്ചാലും ചില മനുഷ്യർ ക്ഷമിക്കത്തില്ല. ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും? അതെ, ഞാൻ എൻ്റെ പാപം യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചെന്ന്. ക്രിസ്തുവിൽ പാപികളായിരുന്ന നമ്മെ ദൈവം കുറ്റമില്ലാത്തവരായി കാണുന്നതാണ് ദൈവത്തിൻ്റെ വിശദീകരണം. ഓ, എത്ര വലിയ ശ്രേഷ്ഠമായ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ച് ദൈവം എങ്ങനെയാണ് പറയുന്നത്? പുറപ്പാട് പുസ്തകം 4:22 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ആദ്യജാതനായ പുത്രനാണ് യഹൂദൻ. ആമേൻ. ഏത് ദൈവത്തിൻ്റെ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിൻ്റെ. ഈ ജീവനുള്ള ദൈവം ഈ ബൈബിളിൽ മാത്രമേ വെളിപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. ലോകത്തിൽ അനേക മതഗ്രന്ഥങ്ങളുണ്ടെങ്കിലും ആ മതഗ്രന്ഥങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സത്യ ദൈവം വെളിപ്പെട്ടത് ബൈബിളിലാണ്. ഈ ബൈബിൾ കയ്യിൽ പിടിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. യോഗത്തിന് വരുമ്പോൾ കൊണ്ടുവരുന്നത് വളരെ അനുഗ്രഹമാണ്. അത് വായിച്ചു പഠിച്ച് ധ്യാനിക്കുന്നത് അതിനേക്കാൾ അനുഗ്രഹമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ഏറ്റവും കുറഞ്ഞ അത്രയും ബൈബിൾ വീട്ടിൽ വേണം. ചിലരുണ്ട് യോഗത്തിന് വന്നാൽ ബൈബിള് ഹോളിൽ വെച്ചിട്ട് പോകും. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഹോള് വിശ്വാസികൾ ബൈബിൾ സൂക്ഷിക്കുന്ന ബുക്ക് സ്റ്റാളല്ല. അവരവരുടെ പുസ്തകം യോഗം കഴിയുമ്പോൾ അവരവർ വീട്ടിൽ കൊണ്ടുപോകണം. ചില ബൈബിൾ മറന്നുപോയി. എന്ത് മറന്നുപോയി? വേറെ എന്ത് മറന്നുപോയാലും ബൈബിൾ മറന്നു പോകരുത്. ആമേൻ, ആമേൻ. ഈ ബൈബിൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായും അനുഗ്രഹം ചെയ്യും. ഒരിക്കലും ഒരാൾ അമേരിക്കയിൽ ചെന്നപ്പോൾ ഫ്ലൈറ്റിൽ താഴെ ഇറങ്ങിയപ്പോൾ വേദപുസ്തകം ബോക്സിൽ നിന്നെടുത്ത് തലയുടെ മുകളിൽ വെച്ചു. റൂമിലേക്ക് എറിഞ്ഞ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ഇതെന്താ ബൈബിൾ തലേ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ബൈബിളാണ് എന്നെ അമേരിക്കയിൽ ഇറക്കിയെന്ന് പറഞ്ഞു. നിനക്ക് എത്ര മാസം വേണമെന്ന് ചോദിച്ചു. എനിക്ക് 3 മാസം വേണമെന്ന് പറഞ്ഞു. നീ 6 മാസം എടുത്തോളാൻ പറഞ്ഞു. കണ്ടോ? അപ്പോൾ ബൈബിൾ തലയിൽ വെച്ചതുകൊണ്ട് 3 മാസം കൂടെ കിട്ടി. ഈ വേദപുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഞാൻ ദൈവവൈതലാകാൻ കാരണം. ഈ വേദപുസ്തകം ഞങ്ങളുടെ വീട്ടിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ സേവ എൻ്റെ ഫാദർ പോയി നിർത്തൽ ചെയ്തു. എൻ്റെ ഫാദർ സേവിച്ചിരുന്നത് കടമറ്റത്തച്ഛനെയാണ്. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ സുവിശേഷം കടന്നു വന്നപ്പോൾ കടമറ്റം പുറത്തു ചാടിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഞങ്ങളുടെ അനുഭവമാണ്. ആമേൻ. സുവിശേഷത്തിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷത്തെ തടഞ്ഞു നിർത്താൻ ലോകത്തിൽ ഇന്ന് വരെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. ആരെല്ലാം ഇതിനോട് കളിച്ചിട്ടുണ്ടോ അവരെല്ലാം കളി പഠിച്ചിട്ടുണ്ട്. ഏതെല്ലാം രാഷ്ട്രത്തലവന്മാർ, ഏതെല്ലാം സംഘടനകൾ, ഏതെല്ലാം വ്യക്തികൾ ഈ ദൈവത്തോട്, ദൈവത്തിന്റെ വചനത്തോട്, സുവിശേഷത്തോട്, ദൈവമക്കളോട് കളിച്ചിട്ടുണ്ടോ അവരെല്ലാം കളി പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഇതിൽ വെളിപ്പെട്ട ദൈവം ത്രിയേകനാണ്. ആമേൻ. ആളത്വത്തിൽ 3ഉം സാരാംശത്തിൽ 1ഉമായ ദൈവമാണ് ബൈബിളിൽ വെളിപ്പെട്ട ദൈവം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആളത്വത്തിൽ ദൈവം 3ആണ്. പക്ഷെ 3 ദൈവം നമുക്കില്ല. സാരാംശത്തിൽ ദൈവം 1ആണ്. അതാണ് നമ്മുടെ യഹോവ സാക്ഷികളുടെ വിശ്വാസമല്ല, ശാബതുകാരുടെ വിശ്വാസമല്ല, യഹൂദന്റെ വിശ്വാസമല്ല. നമ്മുടെ വിശ്വാസം ഏറ്റവും വിലയേറിയതാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, ആവർത്തന പുസ്തകം 7:6 ഇസ്രായേൽ ജാതിയെക്കുറിച്ച് പ്രത്യേകം ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം എങ്ങനെയാ പറയുന്നത്? വായിച്ച് ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ വെറുതെ ഉരുവിട്ടാൽ ശരിയാകത്തില്ലല്ലോ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ആരാകുന്നു? വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിൽ, അന്ന് ദൈവസഭയില്ലല്ലോ, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തമായിരിക്കും.
ഞാനും അത് ചിന്തിച്ച് ഞാൻ ആ വാക്യം മനപ്പാഠം പഠിച്ചതാണ്. സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ജാതിയാണ് യഹൂദൻ. ആമേൻ. ദൈവം ആരെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ അവകാശം കൊടുത്തിട്ടുണ്ട്. ഞാൻ ദൈവമക്കളോട് പറയാം, പാസ്റ്റർമാരെ ധൈര്യമായിരുന്നു. ദൈവം നമ്മെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണെങ്കിൽ നമ്മെ നടത്താൻ ദൈവശക്തനാണ്. ആമേൻ. പാസ്റ്റർമാരുടെ പെൺമക്കൾ പ്രായമായ പാസ്റ്റർമാർ ഭാരപ്പെടേണ്ട, നമ്മെ നടത്താൻ ദൈവം ശക്തനാണെന്ന്. ദൈവാർക്കും കടക്കാരനല്ല. അവർക്ക് കൊടുക്കുമെന്ന്, ഭൂമി കൊടുക്കുമെന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം ഉറപ്പായി പ്രഖ്യാപിച്ചു. ആമേൻ. പ്രഖ്യാപിക്കുക മാത്രമല്ല, പിൽക്കാലത്ത് ദൈവം അതിൻ്റെ അതിർത്തി വരെ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. ദൈവം ഒരു അവകാശം തരുമ്പോൾ അതിനൊരു അതിർത്തിയുണ്ട്. ഇവിടുത്തെ ഈ വെസ്റ്റ് സെൻറ്ററിൻ്റെ പാസ്റ്റർ ഇവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ആമേൻ. ആലപ്പുഴയിൽ നടന്ന് സുവിശേഷം അറിയിച്ച ദൈവദാസനെ ആലപ്പുഴ സെൻട്രൽ പാസ്സാക്കിയത് ഹല്ലേലൂയ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം അതിർത്തി കൊടുത്തിരിക്കുകയാണ് കനാന്. എന്താ അതിർത്തി എന്നറിയാവോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തനി ബൈബിൾ ക്ലാസ്സിൻ്റെ മോഡലിലല്ലോ ഇത് പോണെന്ന്. കാരണം അങ്ങനെ പോയത് തീരത്തില്ല. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നത്, മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിവാഹിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. ആമേൻ. ദൈവം നിശ്ചയിച്ച അതിർത്തി വിട്ട് ആരെല്ലാം കടന്നു കയറി യഹൂദനെ സ്ഥലമെടുത്താലും യഹൂദന്മാർ എൻ്റെ അളിയന്മാരൊന്നുമല്ല, അവരുടെ സൈഡ് ഞാൻ പറയല്ല, ദൈവത്തിന് വചനം പറയുന്നു, ദൈവം സമ്മതിക്കയില്ല. യോശുവയുടെ ദൈവം അതിർത്തി പറഞ്ഞു. യോശുവയുടെ പുസ്തകം 1:4 യോശുവയുടെ ദൈവം പറയുക, മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. തെക്കേ അതിർത്തി മരുഭൂമി, വടക്കേ അതിർത്തി ലെബാനോൻ പർവ്വതം, കിഴക്കേ അതിർത്തി യൂഫ്രട്ടീസ് നദി, പടിഞ്ഞാറേ അതിർത്തി മെഡിറ്ററേനിയൻ മഹാസമുദ്രം. ദൈവം യോശുവയോട് പറഞ്ഞത് 30,000 ചതുരശ്ര മൈൽ ഭൂമി പിടിക്കാനാ. പക്ഷേ യോശുവ വയസ്സെന്ന് വൃദ്ധനായപ്പോഴത്തേക്കും അതിന് ദശാംശം പിടിച്ചോളൂ, 3000 ചതുരശ്ര മൈൽ. അപ്പോഴത്തേക്കും പുള്ളി വയസ്സെന്ന് വൃദ്ധനായിപ്പോയി. അപ്പോൾ ദൈവം പറയാ, യോശുവേ നീ വയസ്സെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി പരുഷനായിക്കോന്നല്ല, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കാനുണ്ട്. കാരണം 10-1 പിടിച്ചോളൂ, അപ്പോഴത്തേക്കും വൃദ്ധനായി, ഇനി 10-9 പിടിക്കാൻ കിടക്കുകയെന്ന്. അതേത്? മരുഭൂമി, തെക്കേ അതിർ, വടക്കേ അതിർ ലെബാനോൻ, കിഴക്കേ അതിർ യൂഫ്രട്ടീസ് നദി, പടിഞ്ഞാറേ അതിർ മെഡിറ്ററേനിയൻ മഹാസമുദ്രം. യഹൂദന്റെ യഥാർത്ഥ അതിർ ഇതല്ല, ഇത് യോശുവയോട് പിടിക്കാൻ പറഞ്ഞതല്ല. യഹൂദന്റെ യഥാർത്ഥ അതിർത്തി കിട്ടണമെങ്കിൽ എഹെസ്കേൽ പ്രവചനം പഠിക്കണം. അത് 48-ാം അധ്യായം വായിച്ചാൽ മതി. 48-ാം അധ്യായത്തിലുണ്ട് അതിൻ്റെ തെക്കേ അതിർത്തി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മരുഭൂമിയിലെ കാദേശ്. കാദേശ് എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ നിന്ന് 100 മൈൽ തെക്കാണ് കാദേശ്. വടക്കേ അതിർത്തിയും ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹമാത്ത്, അത് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് 100 മൈൽ വടക്കാണ്. അതിൻ്റെ കിഴക്കേ അതിർത്തി നേരത്തെ പറഞ്ഞത് തന്നെയാണ് യൂഫ്രട്ടീസ് മഹാനദി. പടിഞ്ഞാറേ അതിർത്തി ഇതല്ല, ഏത്? മെഡിറ്ററേനിയൻ മഹാസമുദ്രമല്ല, മിസ്രയീം തോടാണെന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലുണ്ട്. ആമേൻ. മിസ്രയീം തോടെന്ന് പറഞ്ഞാൽ നൈൽ നദി. അപ്പോൾ മൊത്തം നീളം ഏകദേശം 1000 നാഴിക, മൊത്തം വീതി ഏകദേശം 800 നാഴിക. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഭൂമി മുഴുവൻ ദൈവം യഹൂദന് കൊടുക്കാൻ പോകുകയാണ്. ഇന്ന് ഭൂലോകത്തിൻ്റെ മേപ്പിൽ ഒരു കൃമിയുടെ വലിപ്പമുള്ളൂ ഇസ്രായേലിൻ്റെ ഭൂപടം. അതും അറബികളുടെ മേപ്പിൽ ഇല്ല. ആമേൻ. ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. എന്നാൽ ആ കൃമി പോലെ കിടക്കുന്നതായ ആ ഇസ്രായേൽ ഭൂപടത്തെ ദൈവം ഏകദേശം 1000 മൈൽ നീളവും 800 മൈൽ വീതിയുമുള്ള ഭൂമി അവർക്ക് കർത്താവ് ഇവിടെ വാഴാൻ വരുമ്പോൾ എടുത്തു കൊടുക്കും. ഈജിപ്റ്റ്, ജോർദാൻ, പലസ്തീനികൾ, ലെബനോൻ, ഇറാഖ്, സൗദി അറേബ്യ,
ഇവരുടെയൊക്കെ കയ്യിൽ ഇന്ന് ഈ ഭൂമി കിടക്കുകയാണ്. പക്ഷേ ഇന്നത്തെ യഹൂദൻ എന്ന് പറയുന്നത് കോട്ടയവും ഇടുക്കിയും ചേർന്ന 2 ജില്ലയുടെ വലിപ്പം ഇപ്പോൾ ഇല്ല, കുറച്ചൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട്. ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. അതിൽ 14 ജില്ലകളാണ്. അതിൽ 2 ജില്ലയുടെ വലിപ്പമില്ല ഇന്നത്തെ ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത്. ആമേൻ. അവരെ ചുറ്റും കിടക്കുന്നവരുടെ ശത്രുക്കളാണ്. പക്ഷേ അവരവിടെ സ്വൈര്യമായി പാർക്കാൻ കാരണം എന്താണെന്നറിയാമോ? ജീവനുള്ള ദൈവം മുകളിലുള്ളത് കൊണ്ടാണ്. ദൈവമക്കൾ വളരെ കുറവാണ്. കേരളത്തിൽ കുറച്ചുണ്ടെങ്കിലും ഇന്ത്യയിൽ വളരെ കുറവാണ്. നമ്മളുടെ സ്വസ്ഥമായി പാർക്കാൻ കാരണം ഉയരത്തിൽ ഒരുവൻ പിതാവിന് വലത്തു ഭാഗത്തിരിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിന്റെ സംരക്ഷണത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒറ്റ ദൈവമക്കൾ ആരെയും പേടിക്കരുത്. ആമേൻ. ദൈവം നമ്മുടെ കൂടെയാണ്. ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിന്റെ ദാസ, നീ മനുഷ്യരെ പേടിക്കരുത്. ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ വചനം നീ ഉയർത്തിയാൽ ഈ ദൈവം നിന്നെ ഉയർത്തും. ശത്രുക്കളുടെ മുൻപാകെ അവൻ നിനക്ക് ഒരു മേശ ഒരുക്കും. അതെ, യോസേഫിനെ ഉയർത്തിയവൻ, മൊർദെഖായിയെ ഉയർത്തിയവൻ, ദാനിയേലിനെ ഉയർത്തിയവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ഉടബര ജഗുദഗക്ഷര ഹംബര ജഡാല ജോഡാലഗ ജഗടക ദീപാരബാല ജട്ടുബാരഗ ജാദരാക്ഷര ഹംദേ രഗച്ഛേ വക്ഷുരഗല്ലഗ മാട്ടാരബാല ജാദകട്ടര ഹംബര സോദബാലഗ സാദൽ ഹംദേ രഗേ ഛാദ രഗട്ടര ബാലഗ ഉത്തരബാല ഛാദര ഹംദകട്ട ഭാരഗ അച്ഛ കടഗ ലഗജ 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 ആശോരമാന സാദരാല ഘോഡാല പാലഗ ഝാദര ഹംദരാക്ഷി. ഗ്ലോറി 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 ഗ്ലോറി. യേശുവിൻ രക്തത്താൽ ജയം, 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 ക്രൂശിലെ രക്തത്താൽ ജയം, കാൽവറി രക്തത്താൽ ജയം, സാത്താന്റെ തലയെ തകർത്ത യേശുവിന്റെ നാമത്തിൽ ജയം. ശരബലഗ ജാദര ഹംദരാട്ടര ലഗജഗടക ഓ ശന്ദബാലഗ ജിദരെ ഹംദരേട്ടരെ ലഗജഗടക. ഹല്ലേലൂയ.